എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് ഇത്രയും ക്രൗഡിൻ്റെ മുന്നിൽ സംസാരിക്കണത്. അപ്പം കുറച്ചൊരു നെർവസാണ്. എൻ്റെ PSC ജേണി തുടങ്ങുന്നത് ഞാൻ പോളി കഴിഞ്ഞ് എനിക്ക് പണിക്ക് പോകാൻ മടിയായി. അപ്പോൾ ഞാൻ വീട്ടുകാരോട് പറഞ്ഞു ഞാൻ PSC നോക്കാം. അപ്പോൾ വീട്ടുകാരനാ നോക്കിക്കോ. അങ്ങനെ PSC ക്ലാസ്സിന് ചേർന്ന് ഒരു 1.5 കൊല്ലം കഴിഞ്ഞ് ഞാനിങ്ങനെ ഒഴിപ്പി നടന്നു. പക്ഷേ അതൊക്കെ ചർച്ചയായിട്ടുണ്ട്. കുടുംബക്കാരിൽ, കുടുംബശ്രീയിൽ, നാട്ടുകാർ എല്ലാവരും നമ്മളൊരു ചർച്ചാ വിഷയമാക്കിയാണ്. സാദിക്കിന് ഒന്നും ആയില്ല, സാദിക്കിന് ജോലിയില്ല. ഉമ്മ എന്നും ശനിയാഴ്ചയാണ് കുടുംബശ്രീ മീറ്റിംഗ് ഉണ്ടാവുക. അപ്പോൾ ഉമ്മ എന്നും പോയിട്ട് കുടുംബശ്രീ മീറ്റിംഗ് കഴിയുമ്പോൾ മുഖം വീർപ്പിച്ചിട്ടാണ് വരാം. അപ്പോൾ ചോദിക്കുമ്പോൾ ഈ ജോലിക്ക് പോകണില്ലേ, ഓല എനിക്കൊന്നും ജോലി ആയില്ല ചോദിക്കുന്നുണ്ട്. മറ്റാളെ മകൻ ഇങ്ങനെ കയറി, മറ്റാളെ മകൻ ഇങ്ങനെ കയറി. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എനിക്കെന്നെ തോന്നി ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളത് തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും കൂടി സീരിയസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, പഠനത്തേക്ക് വന്നു. അപ്പോൾ അങ്ങനെ പ്രതീക്ഷയിൽ തന്നെ ബാബു സാറ് പറഞ്ഞ പോലെ നിന്നിട്ടുണ്ട്. ഒരു 4 മണി വരെയൊക്കെ ഇരുന്ന് വായിച്ചിട്ടുണ്ട്. സുബൈ 4 മണി വരെ 2 മണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ. അവിടുന്ന് സുബൈ നിസ്കരിച്ചിട്ട് വീണ്ടും പ്രതീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ അന്ന് അതിന് ശേഷം ഞാൻ വാട്സപ്പിലൊരു സ്റ്റാറ്റസ് ഇട്ടു, ഹോപ്പ് എന്ന് എഴുതിയിട്ടൊരു സ്റ്റാറ്റസ് ഇട്ടു. അപ്പം അതിന് കമൻ്റ് വന്നു, എത്ത് ഹോപ്പ്, എനിക്കത് നടക്കുമോ, എന്നെ കൊണ്ട് കഴിയുമോ? പക്ഷേ ഇന്ന് ഒരു 12 മണിയായപ്പോൾ എൻ്റെ ഫ്രണ്ട് ആ പോസ്റ്റ് എനിക്ക് സെൻഡ് ചെയ്തെന്ന്, ഇതെനിക്ക് ഓർമ്മ ഉണ്ട് ചോദിച്ചു. എനിക്ക് ഓർമ്മ ഉണ്ട്. അപ്പം എനിക്ക് പ്രതീക്ഷിച്ച പോലെ എന്നൊക്കെ നടന്നില്ലേ. അപ്പം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഹോപ്പ് കൈവിടരുത്. നമ്മൾ അതിന് വേണ്ടി എന്ത് ചെയ്യുക, ഒരുപാട് വർക്ക് ചെയ്യുക. അപ്പോൾ ഏതിനും പ്രതീക്ഷ കൂടെ ഉണ്ടാവും, ബാബു സാറുണ്ടാവും. അപ്പോൾ എല്ലാവരും ഉഷാറാക്കുക, പഠിക്കുക. അപ്പോൾ ഒരു വട്ടം തോറ്റെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്മാറാൻ നിൽക്കരുത്, ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എല്ലാവരും കുറ്റപ്പെടുത്താൻ എല്ലാവരും ഉണ്ടാവും. ഇന്നൊക്കെ ധൈര്യമായിട്ടൊരു കല്യാണത്തിന് പോവാം. പണ്ട് അതൊന്നല്ല സ്ഥിതി, കല്യാണത്തിന് പോകാൻ വയ്യ, വീട്ടിൽ കുടുംബക്കാരെന്നാ ഞാൻ റൂമിൻ്റെ ഉള്ളിൽ പൂട്ടിക്കരാം. അപ്പോൾ വീട്ടിൽ നിന്ന് പറയും പോയി ഇനി ഇറങ്ങിക്കോ പറയും. ആ സ്ഥിതിയിൽ നിന്നൊക്കെ മാറി നമുക്കൊരു നിലയും വിലയൊക്കെ വന്ന്. അപ്പം ഒരു നിലയും വിലയൊക്കെ വരണമെങ്കിൽ നമ്മളെ കയ്യിൽ എന്ത് വേണം, ഒരു ജോലി വേണം, അതിന് കഠിനാധ്വാനം വേണം. അപ്പോൾ എല്ലാവരും കളിയാക്കലൊക്കെ ഒരുപാടുണ്ടാവും, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നിൽക്കണ്ട. ഈ ഒരു കളിയാക്കൽ എന്ന് പറയുന്നത് നമുക്കൊരു താൽക്കാലിക കാര്യമാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ പരിശ്രമിച്ചിട്ട് നല്ല റാങ്കിക്ക് വരിക. എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ.